തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് വ്യാപകമായി ജലവിതരണം തടസ്സപ്പെടും. രാത്രി 10 മണിവരെ തിരുമല, കരമന സെഷനുകളിലെ നിരവധി പ്രദേശങ്ങളിൽ പൂർണ്ണമായും ജലവിതരണം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാലയിലുണ്ടായ വൈദ്യുതി തകരാറിനെ തുടർന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. ആക്കുളം ഉള്ളൂർ മേഖലയിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് ഇന്ന് തന്നെ പരിഹാരം കാണുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സുനിഷ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പല മേഖലകളിലും ഈ കുടിവെള്ളക്ഷാമം ഒരു പ്രതിസന്ധിയായി മാറുകയാണല്ലോ. ഇന്നിപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് സുനിഷ കുടിവെള്ളം വിതരണം മുടങ്ങുമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്? ഒപ്പം കഴക്കൂട്ടത്ത് ഇന്നലെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം വലിയ പ്രതിഷേധത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾ കടന്നു എന്നുള്ളത്. 12 ദിവസമായി ഈ ജലവിതരണം മുടങ്ങിയിട്ടുള്ള വലിയ പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സുനിഷ? കാരണം നിലവിലിപ്പോൾ എയർ ബ്ലോക്ക് ആണ് എന്നുള്ളത് തന്നെയാണ് ആര്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ അടക്കം നടത്തുന്ന കാര്യങ്ങളിലേക്ക് ഏതായാലും വാട്ടർ അതോറിറ്റി കടന്നിട്ടുണ്ട്. ഇവരോട്, പ്രതിഷേധക്കാരോട്, നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം കൂടി ഇതിൻ്റെ പണി പൂർത്തിയാക്കാനായി വേണമെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നുകൊണ്ട് പൂർത്തിയാക്കുമെന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നാട്ടുകാർ പ്രതിഷേധത്തിലേക്കില്ല, മറിച്ച് ഇന്നും പരിഹാരം കണ്ടില്ല എങ്കിൽ നാളെ മുതൽ വീണ്ടും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അരുവിക്കരയിലെ ഈ പ്ലാന്റിന്റെ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് തന്നെ മറ്റിടങ്ങളിലും ഇന്ന് ജലവിതരണം മുടങ്ങുമെന്നുള്ള ഒരു അറിയിപ്പ് നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റി നൽകിയിട്ടുണ്ട്. കൃത്യമായി മറ്റ് സംവിധാനങ്ങൾ നോക്കണമെന്നുള്ളൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കരമന, തിരുമല, ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഉള്ളൂർ, ആക്കുളം, അങ്ങനെയുള്ള പല ഭാഗങ്ങളിലും കുടിവെള്ളം മുടങ്ങുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഏതായാലും കോർപ്പറേഷൻ ബദൽ മാർഗം എന്നുള്ള രീതിയിൽ കുടിവെള്ളം എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും ഇത്തരത്തിൽ ജോലിക്ക് പോകുന്നവരുണ്ടാകും, ഇടവഴിയിലേക്ക് പോകുന്ന വീടുകൾ ഉണ്ടാകും. അവിടെയൊന്നും തന്നെ ഈ കോർപ്പറേഷന്റെ വെള്ളം എത്തിക്കുന്നതിൽ ചില പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ പരിഹാരം കണ്ടുകൊണ്ട് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മാർച്ച് മാസം കഴിയുന്നതേ ഉള്ളൂ. ഇനി ഏപ്രിൽ, മെയ് മാസമാണ് വരാൻ പോകുന്നത്. കടുത്ത ചൂടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കുടിവെള്ളമില്ലാത്തത് വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു, റോഡ് ഉപരോധിച്ചടക്കം സമരത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉടൻ തന്നെ സംവിധാനങ്ങൾ, ഒരു പരിഹാരം, ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ളൊരു ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. ഏതായാലും ഓരോ ഭാഗങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകളും പരിഹാര നടപടികളും നടക്കുന്നുണ്ട്. ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.